ഹായ് ഫിലിപ്പൈൻസ്. 72ാമത്തെ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്തു ഇന്നലെ. കൺഗ്രാജുലേഷൻസ് ടു ഓൾ ദ നാഷണൽ അവാർഡ് വിന്നേഴ്സ്, എസ്പെഷ്യലി ഫോർ അവർ മമ്മൂട്ടിക്ക് നമ്മൾ ഏറ്റവും മികച്ച നടനുള്ള 4ാമത്തെ നാഷണൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും ഇതൊരു വെൽ ഡിസേർവിങ് ആയിട്ടുള്ള അവാർഡാണ്. അത് തന്നെയാണ് ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ബ്രഹ്മയുഗം പോലുള്ള ഒരു പടം അദ്ദേഹം ചെയ്യാൻ കാണിച്ച ധൈര്യം, ഇത്ര ഒരു പീക്ക് സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരു മെഗാ സ്റ്റാർ ക്ലാസിക് ആയിട്ടുള്ള ഇതും ചെയ്യുന്നത് കൊണ്ട് കിട്ടിയ റെക്കഗ്നിഷൻ, അതിന് ഒരു വെൽ ഡിസേർവിങ് ആണ് ഈ ഒരു അവാർഡ്. അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തു പറഞ്ഞത്. പിന്നെ നെക്സ്റ്റ് മികച്ച നടൻ മമ്മൂട്ടിയുടെ ഒപ്പം ഷെയർ ചെയ്യുന്നത് നമ്മൾ കാർത്തിക് ആര്യൻ ഷെയർ ചെയ്യുന്നുണ്ട്. 2 പേര് മികച്ച നടന്മാരായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് മൂവി ആയിട്ട് വരുന്നത് ആർട്ടിക്കിൾ 370 ആണ് ബെസ്റ്റ് മൂവി ആയിട്ട് വരുന്നത്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ പുഷ്പ 2 കിട്ടിയിട്ടുണ്ട്. അതിലെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കാരണം പുഷ്പ 2 ഇത് മുന്നേ പുഷ്പ 1 ബെസ്റ്റ് ആക്ടർ പുരസ്കാരം കിട്ടിയിരുന്നു നമ്മളുടെ അല്ലു അർജുൻ. അപ്പം തന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ളൊരു അതിലെനിക്കൊരു ചെറിയൊരു ഡിസഗ്രി ഉണ്ട്. അത് അവർ ജൂറി എങ്ങനെയാണ് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് എടുത്തതെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ക കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു തിരക്കഥ ഏത് രീതിയിലാണ് അവർ സമീപിച്ചതെന്ന് നമുക്കറിയില്ല. പിന്നെ അതിൽ തന്നെ എനിക്ക് ഡിസർവിങ് ആയിട്ട് തോന്നിയത് അമരൻ ഡയറക്ടർക്ക്, ബെസ്റ്റ് ഡയറക്ടർക്ക് അമരന് കിട്ടി. പിന്നെ ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടറായിട്ട് രൺദീപ് ഹൂഡ വീർ സവർക്കറിന് വേണ്ടി കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നത് ആക്ട്രസ് ആർട്ടിക്കിൾ 370 തന്നെ യാമി ഗൗതമിന് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇതിൽ പിന്നെ രായനെ സ്പെഷ്യൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫീച്ചർ ഫിലിമായിട്ട് എടുത്തിട്ടുണ്ട്. ധനുഷിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിലെനിക്ക് കുറച്ച് ഡിസഗ്രി ഉള്ളത് ഈ ഒരു അവാർഡ് മാത്രമാണ്. ഈ പുഷ്പ 2യുടെ ഒരു അവാർഡിന് മാത്രം കുറച്ച് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്. പക്ഷെ ബാക്കി എല്ലാവരും ഡിസർവിങ് ആയിട്ട് എനിക്ക് തോന്നി. കൺഗ്രാജുലേഷൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലയാളത്തിൽ നിന്നും ഫെമിനിച്ച് ഫാത്തിമ, അതൊരു വെൽ ഡിസർവിങ് ആയിട്ടുള്ള അവാർഡ് എനിക്ക് തോന്നി. നല്ല രീതിയിലുള്ള ഒരു പടമാണ്, നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ആ സമയത്ത് മറ്റു ചില അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നാഷണൽ അവാർഡിലും അതിന് റെക്കഗ്നിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സൂപ്പർ. കൺഗ്രാറ്റ്സ് ഓൾ ദറ്റ് ടീം, ഫെമിനിച്ച് ഫാത്തിമ ടീം. അപ്പോൾ നാഷണൽ അവാർഡ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുള്ളതും കമൻറ്റ് ചെയ്യുക.